Hello everyone. We will start the first module CST 282 programming methodologies. So this is the text to be followed, that is of Robert W. Sebesta, Concept of Programming Languages 10th edition by Pearson Publication. So module 1, the first part, we are dealing with the first part of module 1. So these are the topics which comes under the first part of module 1, that is why, the reason for studying the concept of programming language, the role of programming language. നമ്മൾ എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത്, അതിൻ്റെ പുറകിലുള്ള റീസൺസ് എന്താണ്, പിന്നെ ഈ പ്രോഗ്രാമിംഗ് വരുന്ന ഡൊമൈൻസ്, ദാറ്റ് ഇസ് ഏരിയാസ് ഏതൊക്കെയാണ്, പിന്നെ ഈ ഒരു ലാംഗ്വേജ് ഉണ്ടാകുമ്പോൾ ഹൗ വി ഇവാലുവേറ്റ് ദി ഇവാലുവേഷൻ ക്രൈറ്റീരിയ, ദെൻ വാട്ട് ആർ ഓൾ ദ ഇൻഫ്ലുവൻസസ് ദാറ്റ് എ ലാംഗ്വേജ് ഡിസൈൻ ക്യാൻ ബി മെയ്ഡ്, പിന്നെ അതിനെ കുറച്ച് ട്രേഡ് ഓഫും പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ മെത്തേഡും. അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ടൈം ആയിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ഓരോ ഹെഡിങ് വെച്ച് നമുക്ക് ഓരോ ടോപ്പിക്കും നല്ലോണം ഗോ ത്രൂ ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ സബ്ജക്റ്റ്. So our first topic is what is the reason or what is the concept of programming languages and why we are studying this. What is the role of programming languages? So basically a program means a set of instructions that we are giving to a computer to perform something. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മളൊരു ടാസ്ക് ചെയ്യിപ്പിക്കുമ്പം ആസ് എ യൂസർ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രോഗ്രാംസ് ഓർ ഇൻസ്ട്രക്ഷൻ. So it's the best way to express our ideas, or it is a ability to express our ideas. So increased abilityനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ യൂസ് അവർ ഓൺ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജസ്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് അറിയുന്നതുമായിട്ടുള്ള ലാംഗ്വേജസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് യു ഹാവ് എൻ ഇംപ്രൂവ്ഡ് ബാക്ക്ഗ്രൗണ്ട് ഫോർ ചൂസിങ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജസ്. നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ലൈക്ക് നമുക്ക് അറിയുന്ന ലാംഗ്വേജ് ഇപ്പം C++, പൈത്തൺ, മാറ്റ്ലാബ്, C#, പേൾ, കൊബാൽ, അങ്ങനെ കുറേ ന്യൂമറസ് എമൗണ്ട് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. സോ നമുക്ക് ഏത് യൂസ് ചെയ്തിട്ടും നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഐഡിയ വി ക്യാൻ എക്സ്പ്രസ് ടു ദാറ്റ് കമ്പ്യൂട്ടർ. ആൻഡ് ഓൾസോ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ട് നമുക്ക് എന്താണ്, നമ്മളൊരു ബേസ് ലെവലായിട്ടുള്ള പ്രോഗ്രാം ഇപ്പോൾ C പഠിച്ചാൽ നമുക്ക് പൈത്തൺ പഠിക്കാൻ എളുപ്പമായിരിക്കും, അതുപോലെ വേറെ ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ വി വിൽ ഹാവ് ദ എബിലിറ്റി ടു ലേൺ ന്യൂ ലാംഗ്വേജസ്. അതുപോലെ തന്നെ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സൈഡിൽ പോകുമ്പം ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ്, പിന്നെ എല്ലാം കൂടി നമുക്കൊരു കമ്പ്യൂട്ടിങ് ആ ഒരു ഫീൽഡിൽ ഓവറോൾ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. സോ ദിസ് ഈസ് വൈ ദ റീസൺ വി ആർ സ്റ്റഡിങ് ദിസ് നൗ ഹിയർ. കാരണം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് യാതൊരുവിധ പ്രീവിയസ് ആയിട്ട് ഒന്നും അറിയണ്ടാവില്ല. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് അല്ല ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഓൾ ടുഗെദർ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് വി ആർ ഫോക്കസിങ് ഓൺ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റീസൺസും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കണം. So we will find out what are all the programming domains, that is the area in which the programming do better. So first you have the scientific applications. സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് എന്തെങ്കിലും സയൻറ്റിഫിക്കലി കണ്ടുപിടിക്കുന്നതോ റിസർച്ച് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളിലാണ് നമ്മൾ സയൻറ്റിഫിക് ആപ്ലിക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ യു ഹാവ് ലാർജ് നമ്പർ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കമ്പ്യൂട്ടേഷൻസ്. കുറേ കമ്പ്യൂട്ടേഷൻസ് വരുമ്പം that can be large or small, but provided there are computations, then you can have this on our domain. Then Fortran is a programming language. Then business application, പിന്നെ product report, produce reports use decimal numbers and characters. Then artificial intelligence, system program, അങ്ങനെ ന്യൂമറസ് നമ്പർ ഓഫ് പ്രോഗ്രാമിംഗ് ഡൊമൈൻസ് ഉണ്ട്. സോ ഇവിടൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഈ നിങ്ങൾ റീഡ് ചെയ്താൽ മതി, യു ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൈൽ യു റീഡിങ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ദെൻ സിസ്റ്റം പ്രോഗ്രാമിംഗ് ഉണ്ട്, ദെൻ C ലാംഗ്വേജ് ഉണ്ട്, ദെൻ HTML ഉണ്ട്. HTML മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് HTML. സോ ഇതൊക്കെയാണ് പ്രോഗ്രാമിംഗ് ഡൊമൈൻസിലായിട്ട് മെയിൻലി വരുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ ദ ലാംഗ്വേജ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ലാംഗ്വേജ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ പറഞ്ഞാൽ സംതിങ് ക്രൈറ്റീരിയ ഇസ് ദെയർ ഫോർ എ പ്രോഗ്രാം ദാറ്റ് ഇസ് ടു ബി ഇവാലുവേറ്റഡ്. നമ്മളൊരു ലാംഗ്വേജ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, ആ പ്രോഗ്രാം അറിയുന്നവർക്ക് ഓക്കെ, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു നല്ലൊരു രീതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വെരി മച്ച് റീഡബിൾ,
റൈറ്റബിൾ ആൻഡ് റിലയബിൾ, അതുപോലെ തന്നെ കോസ്റ്റും. സോ ഇത്രയും ഈ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമ്മളൊരു പർട്ടിക്കുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ റീഡബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഒരാൾക്ക് വായിക്കാനും പറ്റണം, വായിച്ച ആൾക്കത് മനസ്സിലാക്കാനും പറ്റണം. ദാറ്റ് ഈസ് റീഡബിലിറ്റി. ഇറ്റ് ഷുഡ് ബി റീഡബിൾ ബൈ എ യൂസർ. റൈറ്റബിലിറ്റി എന്ന് പറയുന്നത് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അവരുടെ ലാംഗ്വേജ് അനുസരിച്ച് ആ പ്രോഗ്രാം റൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. റിലയബിലിറ്റി മീൻസ് ഓരോ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അത് റിലയബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി മീൻസ് എന്ത് ചേഞ്ചസ് വരുത്തിയാലും അതനുസരിച്ച് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ. ദെൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ കോസ്റ്റ് ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് വിത്തിൻ ദ ലിമിറ്റേഷൻ ഓഫ് ദ കോസ്റ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണം. പ്രോഗ്രാമിംഗ് ആയാലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ആയാലും ഇറ്റ് ഷുഡ് ബി ലിമിറ്റഡ് വിത്തിൻ ദ ടോട്ടൽ കോസ്റ്റ്. സോ ദിസ് ഈസ് ദ ലാംഗ്വേജ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. സോ നമുക്ക് ഓരോ ക്രൈറ്റീരിയയിൽ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇസ് റീഡബിലിറ്റി. റീഡബിലിറ്റിയിൽ വരുന്നതാണ് ഓവറോൾ സിംപ്ലിസിറ്റി, ഓർത്തോഗണാലിറ്റി, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡാറ്റ ടൈപ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് സിൻടാക്സ് കൺസിഡറേഷൻ. ഓവറോൾ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് കൺസ്ട്രക്ട്സും ഉണ്ടാവും. അതൊക്കെ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം. ആസ് എ യൂസർ അല്ലെങ്കിൽ ആസ് എ പ്രോഗ്രാമർ അല്ലെങ്കിൽ ആസ് എ ഡെവലപ്പർ അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന മാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ബിക്കോസ് നമുക്ക് അറിയാത്ത ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അറിയുന്ന ഫീച്ചേഴ്സ് കൂടി കൊണ്ടുവന്നിട്ട് അത് ഇൻവോൾവ് ചെയ്യിക്കുക. ദെൻ ഫ്യൂ ഫീച്ചേഴ്സ് മൾട്ടിപ്ലിസിറ്റി, ദാറ്റ് ഇസ് വി ആർ ഡൂയിങ് ദ ഓപ്പറേഷൻ സെയിം ഓപ്പറേഷൻ ഇസ് ഡൺ മെനി ടൈംസ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില ഫീച്ചറിൻ്റെ എബിലിറ്റീസ് കൂടും. അതുപോലെ തന്നെ മിനിമം ഓപ്പറേറ്റർ ഓവർലോഡിങ് മീൻസ് വി ആർ ഗിവിങ് സം സ്പെഷ്യൽ ഫങ്ഷനാലിറ്റി ടു അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റർ. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് മിനിമലായിട്ട് ചെയ്യണമെന്നായിരിക്കും നല്ലത്. ദെൻ ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ലാംഗ്വേജ് ഡിസൈനിങ് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടൂളാണ് ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി എ ടൂൾ ബട്ട് ഇറ്റ് ഈസ് മെൻറ്റ് ലൈക്ക് ദാറ്റ്. ഓർത്തോഗണാലിറ്റി ഈസ് എ ലാംഗ്വേജ് ഡിസൈൻ ടൂൾ. അതായത് ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് കുറേ നമ്പർ ഓഫ് വേസിൽ വി ക്യാൻ ഇംപ്ലിമെൻറ്റ്. സോ എവറി പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ഫീച്ചർ ഇസ് ലീഗൽ. ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബട്ട് സ്റ്റിൽ അതൊക്കെ പ്രോഗ്രാമിങ്ങിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ യു ഹാവ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഒരേ നെയിമിൽ അണ്ടർ റെഫറൻസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രക്ചേഴ്സ്. Then you have the syntax consideration, that is identifier, then composition, പിന്നെ സ്പെഷ്യൽ വേർഡ്സ്, മെത്തേഡ്സ്, ഫങ്ഷൻസ്, പിന്നെ കീവേഡ്സ്, ഇതൊക്കെ പ്രോഗ്രാമിംഗ് ടേംസ് ആണ്. സോ ഓരോ ടേംസിനും അതിൻ്റെതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സോ അത് സിൻടാക്സ് ബേസ് ചെയ്തിട്ടാണ്. സോ ആ സിൻടാക്സും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമാണ് റീഡബിലിറ്റി ഫുള്ളി സാറ്റിസ്ഫൈ ആക്കുന്നത്. നെക്സ്റ്റ് യു ഹാവ് റൈറ്റബിലിറ്റി. റൈറ്റബിലിറ്റി സെയിം, റൈറ്റ് ചെയ്യുന്നത് സിംപ്ലിസിറ്റി ആയിരിക്കണം ആൻഡ് ഓൾസോ ഓർത്തോഗണാലിറ്റി. കുറേ എഴുതിയിട്ട് കാര്യമില്ല, കുറച്ച് ചെയ്തിട്ടും കാര്യമില്ല. പ്രോഗ്രാംസ് എഴുതണം കറക്റ്റ്. ആസ് എ യൂസർ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവണം. അതിലെന്ത് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് വലിയ കാര്യമാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെയാണ് ഓർത്തോഗണാലിറ്റി എന്ന് പറഞ്ഞ് മെയിനായിട്ട് comes. Then support for abstraction. Abstraction means we are only showing up the essential part and we are hiding the background part. That is abstraction. As a user, we can only view the important features of that program. So it is basically the ability to define and use complex structures or operation. In the other ways, the allowed details to be ignored. Then expressivity എന്ന് പറയുന്നത് ഓരോ ഓപ്പറേഷൻസും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് വേയിൽ നമുക്കത് മനസ്സിലാക്കും. So, for example, the inclusion of 4 statement in many modern language. Modern language നമ്മൾ 4 statement, അതായത് 4 ലൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്യുമ്പം അതിൽ വരുന്ന ചേഞ്ചസും അതിൻ്റെ എക്സ്പ്രസീവ്നെസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. സോ ദിസ് 3 ഫീച്ചേഴ്സ് പ്രൊവൈഡ്സ് ഫോർ റൈറ്റബിലിറ്റി. റൈറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോഗ്രാം നമ്മൾ എങ്ങനെ എഴുതും, അത് എത്രത്തോളം വെൽ ആൻഡ് ഗുഡ് മാനറിൽ നമ്മൾ എഴുതും, ആ 3 ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. ദെൻ യു ഹാവ് റിലയബിലിറ്റി. റിലയബിലിറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിക്കലും ആ പ്രോഗ്രാം ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. സോ ഫസ്റ്റ് വൺ ഇറ്റ് ഗോസ് ഫോർ ടൈപ്പ് എറേഴ്സ്. എന്തെങ്കിലും ഡാറ്റ ടൈപ്സിലും ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പ് ചെക്കിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിപ്പം ഒരു ഇൻറ്റീജർ ആയിട്ടാണ് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് ഫ്ലോട്ടിലേക്ക് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേരിയബിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ
അവിടെ ഒരു ഡാറ്റ ടൈപ്പ് മിസ്മാച്ചിങ് വരുന്നുണ്ട്. സോ ആ മിസ്മാച്ചിനെ പ്രൊവൈഡ് ചെയ്യാനാണ് വി പ്രൊവൈഡ് വിത്ത് ടൈപ്പ് ചെക്കിങ്. സോ അവിടെ ടൈപ്പ് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനും, പിന്നെ എറേഴ്സ് വന്നാൽ എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാം. റൺ ടൈം ആയാലും കറക്റ്റീവ് ആയിട്ടുള്ള എറേഴ്സ് ഒക്കെയാണ് അങ്ങനെ. ദെൻ ഏലിയാസിംഗ് എന്ന് പറയുന്നത് റെഫറൻസിങ് മെത്തേഡ്സ് ആണ്. ഒന്നിൽ കൂടുതൽ മെമ്മറി ലൊക്കേഷനിൽ വരുമ്പം ഇപ്പോൾ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാണ്, ഒരു സ്ഥലത്ത് തന്നെ ഒന്ന് സ്റ്റോർ ചെയ്തു, അടുത്ത സ്ഥലത്ത് വേറെ സ്റ്റോർ ചെയ്തു. അപ്പം ഡാറ്റ നമ്മൾ കൊടുക്കുമ്പം റെഫറൻസിങ് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പേര് മാറ്റി കൊടുക്കാം. ദാറ്റ് ഈസ് ഏലിയാസിങ്. ദെൻ സെയിം റീഡബിലിറ്റി ആൻഡ് റൈറ്റബിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഡബിൾ ആയിരിക്കണം, റൈറ്റബിൾ ആയിരിക്കണം. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് മാത്രമേ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് റിലയബിൾ. ദെൻ നെക്സ്റ്റ് യു ഹാവ് ദ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് എ പ്രോഗ്രാമർ നമ്മൾ എഴുതുമ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ അതിൽ വരുന്ന എക്സ്ട്രാ കോസ്റ്റ്, പ്രോഗ്രാമേഴ്സിനെ ട്രെയിൻ ചെയ്യണം, പ്രോഗ്രാമേഴ്സിനെ കൊണ്ട് പ്രോഗ്രാം റൈറ്റ് ചെയ്യിക്കണം, കമ്പൈൽ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യിക്കണം, പിന്നെ ആ പ്രോഗ്രാമിൽ ചേഞ്ച് വരുന്ന അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വി ഫോക്കസ് ഓൺ ദിസ് കോസ്റ്റ് സെക്ഷൻ. അപ്പോൾ പ്രൊവൈഡഡ് യു ആർ ഗിവൺ വിത്ത് ആൻ അൾട്ടിമേറ്റ് ടോട്ടൽ കോസ്റ്റ്, സോ ആസ് എ ഡെവലപ്പർ ഓർ ആസ് എ പ്രോഗ്രാമർ അല്ലെങ്കിൽ ആസ് എ യൂസർ എല്ലാം നമ്മൾ ആ ടോട്ടൽ കോസ്റ്റിനകത്ത് വിത്തിൻ ദ ലിമിറ്റഡ് കൺസ്ട്രെയിൻ നമ്മളത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് യു ഹാവ് ദ അതർ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. നമ്മളിപ്പം റിലയബിലിറ്റി, റീഡബിലിറ്റി, റൈറ്റബിലിറ്റി എന്നൊക്കെ പഠിച്ചു. അത് കൂടാനുള്ള ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആണ് പോർട്ടബിലിറ്റി, ജനറലിറ്റി ആൻഡ് ഡിഫൈൻനെസ്. ദാറ്റ് ഈസ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിൽ നിന്ന് പ്രോഗ്രാം കൊണ്ടുപോയി, അപ്പോൾ ഏത് സിസ്റ്റത്തിലായാലും ആ പ്രോഗ്രാം റൺ ചെയ്യണം. ദാറ്റ് ഈസ് പോർട്ടബിലിറ്റി. നമ്മൾ ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ആ വീടായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് നമുക്ക് പിന്നെ ഒരു ലൈഫ് ആ വീട്ടിലാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ വി ആർ സിംപ്ലി പോർട്ടബിൾ. ദാറ്റ് ഈസ് നമ്മൾ വേറൊരു ലൊക്കേഷനിൽ വേറെ ലൊക്കേഷൻ പോകുമ്പോൾ ആ ലൊക്കേഷനായിട്ട് നമ്മൾ അഡ്ജസ്റ്റബിൾ ആവണം. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്, അവിടുത്തെ എൻവയറമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ടു ആവണം. അതിനെയാണ് വി സേ ഇറ്റ് ആസ് പോർട്ടബിലിറ്റി. സോ ഒരു പ്രോഗ്രാം ഒരു സിസ്റ്റത്തിൽ മാത്രം റെസ്ട്രിക്റ്റഡ് അല്ല, ഒരു പ്രോഗ്രാം വേറെ പ്രോഗ്രാമിലും വേറെ സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബട്ട് സ്റ്റിൽ പ്രോഗ്രാമിംഗ് കൂടി നോക്കണം. ദെൻ ജനറലിറ്റി മീൻസ് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് പ്രോഗ്രാമിംഗ് സിനാരിയോസ് യൂസ് ചെയ്യാം. പിന്നെ ഡിഫൈനേഴ്സ് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് പ്രിസൈസ്. പിന്നെ കുറേ പ്രോഗ്രാം എഴുതിയിട്ട് ഒന്നും ആവാത്ത രീതിയിലല്ല വേണ്ടത്. നമുക്ക് ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആയിട്ട് എഴുതിയിട്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ആ പ്രോഗ്രാമിനെ കൊണ്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ വെൽ ഡിഫൈൻഡ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് യു ഹാവ് ഇൻഫ്ലുവൻസസ് ഓൺ ലാംഗ്വേജ് ഡിസൈൻ. ലാംഗ്വേജ് ഡിസൈനിൽ ഇനി വരുന്നത് എന്തൊക്കെയാണ് ലാംഗ്വേജ് ഡിസൈൻ വരുന്നത്, അതായത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും പ്രോഗ്രാമിംഗ് മെത്തഡോളജീസ് ഒക്കെ ഈ സെക്ഷനിൽ വരും. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ എന്താണ്. സോ ലാംഗ്വേജ് ആർ ഡെവലപ്ഡ് അറൗണ്ട് ദാറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ് ഓരോ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ. അത് ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ലാംഗ്വേജ് ഡിസൈനിൻ്റെ ഇൻഫ്ലുവൻസസ് ആരൊക്കെയാണ് നമ്മൾ പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് യു ഹാവ് ദ പ്രോഗ്രാമിംഗ് മെത്തഡോളജീസ്. അതായത് ചില പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഇതൊക്കെ പുതിയ കാര്യങ്ങൾക്ക് ലീഡ് ചെയ്യും. ദാറ്റ് ഈസ് ന്യൂ പ്രോഗ്രാമിംഗ് പാരഡിഗം, ബൈ എക്സ്റ്റൻഷൻ ന്യൂ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അങ്ങനെയൊക്കെ. സോ ഈ മെത്തഡോളജീസ് എന്ന് പറയുന്നത് ഓൾ ടുഗെദർ എല്ലാത്തിൻ്റെയും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ ഡെഫിനിഷനാണ്. ദാറ്റ് ഈസ് വി ഇൻവോൾവ് എവറിത്തിങ് അണ്ടർ ദിസ് പ്രോഗ്രാമിംഗ് മെത്തഡോളജീസ്. നെക്സ്റ്റ് യു ഹാവ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാമിംഗ് മെത്തഡോളജീസിൽ ഇൻഫ്ലുവൻസ് വരുന്നത്. സോ ദിസ് ആർക്കിടെക്ചർ ഇസ് ഓൾറെഡി വെരി ഫെമിലിയർ. ഇറ്റ് ഇസ് നോൺ ആസ് വോൺ ന്യൂമാൻ. സോ ഇതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള വോൺ ന്യൂമാൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് പണ്ട് കാലത്ത് നമ്മളൊക്കെ യൂസ് ടു ആവുന്നതിന് മുമ്പേ ഉള്ള പണ്ട് കാലത്തിലെ കമ്പ്യൂട്ടറിൽ തൊട്ട് ഇപ്പം വരെ ഉള്ളതിൽ വരുന്നതാണ് വോൺ ന്യൂമാൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. Like it is basically on von Neumann architecture. So it consists of data and programs that are stored in memory. Then separate CPU ഉണ്ടാവും. CPU means Central Processing Unit. നിങ്ങൾക്ക് അറിയാം CPU ഒക്കെ നിങ്ങൾ ടേംസ് കേട്ടിട്ടുണ്ടാവും. ദെൻ മെമ്മറി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് CPU ഉള്ളതാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ഡാറ്റ എന്ന് പറയുന്നത് മെമ്മറിയിലേക്ക് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ടാവും ടു ദ CPU, ഫ്രം മെമ്മറി ടു ദ CPU. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ഷനോ ഡാറ്റ പറയുമ്പോൾ മെമ്മറിയിൽ നിന്ന് അത് CPU യിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്.
Then you have the basis for the imperative languages, that is a variables model, memory cell, assignment statement, model piping, iteration is efficient. ഈ മൂന്ന് കാര്യങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. മെമ്മറീനെ പറ്റി പറയുന്നതും പിന്നെ ഓരോ ഇൻക്രിമെൻറ്റേഷൻ വരുമ്പോൾ അതിനെപ്പറ്റി പറയുന്നതുമാണ് ഈ ഇമ്പറേറ്റീവ് ലാംഗ്വേജിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് യു ഹാവ് the von Neumann architecture. This is a simple architecture where central processing unit CPU you can see അതിൻ്റെ മേലെ മൗണ്ട് ചെയ്തിട്ടുള്ളതാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, പിന്നെ മെമ്മറി യൂണിറ്റ്. സോ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പാസ് ചെയ്യാനാണ്. ഇപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പറയുമ്പോൾ കുറേ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനത്തെ അത് മാത്രമല്ല, അത് ബേസിക് ആണ്. അതിൽ കൂടാണ്ടുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യാനാണ് this ALU unit. Then you have control unit, അത് കൺട്രോൾ ചെയ്യാൻ. then memory unit, നിങ്ങൾക്ക് ഇതിനാവശ്യമായ മെമ്മറീസ് ഒക്കെ തരാനാണ് you have memory unit. and then you have input output devices which is connected to the central processing unit. പിന്നെ മെമ്മറി എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യും, ഡാറ്റാസും സ്റ്റോർ ചെയ്യും. so instruction and data can flow in both the direction, hence it is bidirectional. ഇൻസ്ട്രക്ഷൻ ഡാറ്റ ഇങ്ങോട്ട് പോകുമ്പോൾ റിസൾട്ട് ആൻഡ് ഓപ്പറേഷൻ അങ്ങോട്ട് പോകും. സോ ബൈഡയറക്ഷനിലാണ് CPU-യും മെമ്മറിയും തമ്മിലുള്ള ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന കാര്യം എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ട്. എല്ലാ കമ്പ്യൂട്ടറും ബേസിക്കലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ CPU, അതിൻ്റെ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ അതിലോട്ട് വരുന്നതാണ്. സോ ദിസ് ഇസ് എ ബേസിക് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആൻഡ് ഇറ്റ് ഇസ് പ്രസൻറ്റഡ് ഇൻ എവരി കമ്പ്യൂട്ടർ സിസ്റ്റം. സോ അതിൻ്റെ തന്നെ റിമൈനിങ് യു ഹാവ് ഇസ് ദ പ്രോഗ്രാം മെത്തഡോളജീസ് ഇൻഫ്ലുവൻസസ്, പിന്നെ കുറച്ച് ലാംഗ്വേജ് ഡിസൈനിങ്, ട്രേഡ് ഓഫ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ദെൻ പ്രോഗ്രാമിംഗ് മെത്തഡോളജീസ് ഇൻഫ്ലുവൻസസ് എന്ന് പറയുമ്പോൾ 1915-ലും 1960s-ലുമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. നമ്മളെ മെഷീൻ്റെ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ദെൻ 1960s-ൽ ഇതിൻ്റെ വരുന്നത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, പിന്നെ എഫിഷ്യൻസി കുറച്ചുകൂടി കൂടി, റീഡബിലിറ്റി കുറച്ചുകൂടി കൂടി, ദെൻ ഡിസൈൻ കുറച്ചുകൂടി ചേഞ്ച് വരുത്തി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ 1970s-ലാണ് പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് വന്നത്. പിന്നെ 1980-ലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വന്നത്. അതായത് എബ്സ്ട്രാക്ഷൻ ഓൾറെഡി ഉണ്ട് 1970-ൽ. അതിൻ്റെ കൂടാതെ തന്നെ ഇൻഹെറിറ്റൻസും പോളിമോർഫിസവും അങ്ങനത്തെ കാര്യങ്ങളും കൂടി വന്നു. നെക്സ്റ്റ് യു ഹാവ് ലാംഗ്വേജ് ഡിസൈൻ ട്രേഡ് ഓഫ്. ലാംഗ്വേജ് ഡിസൈൻ ട്രേഡ് ഓഫ് നമ്മൾ നോക്കുമ്പം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളുടെ തന്നെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇപ്പോൾ റിലയബിലിറ്റി ആണെങ്കിലും കോസ്റ്റ് ഓഫ് എക്സിക്യൂഷൻ ആണെങ്കിലും, റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ റീഡബിലിറ്റിയും റൈറ്റബിലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യണം. കോസ്റ്റ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിന് പിന്നാലെ വരുന്ന കോസ്റ്റാണ്. സോ അതിൽ വരുന്ന 2 points ആണ് ദ കോൺഫ്ലിക്റ്റിംഗ് ക്രൈറ്റീരിയ. സോ യു ക്യാൻ സീ ആൻ എക്സാമ്പിൾ ഹിയർ. Java demands all references to array elements be checked for proper indexing, but that leads to the increased execution cost. സോ ഇവിടെ ജാവ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ലാംഗ്വേജസ് ആണ്. സോ അവിടെ നമ്മൾ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുമ്പം അവിടെ എക്സിക്യൂഷൻ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അവിടെ കോസ്റ്റ് കൂടുന്നതാണ് ഈ ഒരു ക്രൈറ്റീരിയയിൽ പറയുന്നത്. നെക്സ്റ്റ് യു ഹാവ് റീഡബിലിറ്റി വേഴ്സസ് റൈറ്റബിലിറ്റി. ഈ APL എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പെരിഫറൽ ലാംഗ്വേജ് ആണ്. സോ ഇതിൽ വരുമ്പം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പവർഫുൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്, ദെൻ ന്യൂ സിമ്പിൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ആസ് എ റിസൾട്ട് നമ്മുടെ റീഡബിലിറ്റി ആൻഡ് റൈറ്റബിലിറ്റിയിൽ വരുമ്പം വി ഫോക്കസ് ഓൺ APL ആപ്ലിക്കേഷൻ ലെവലിലും വരാം, അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലെവലിലും വരാം. സോ ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് ആപ്ലിക്കേഷൻ പെരിഫറൽ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നും പറയാം. ദെൻ ഓട്ടോമാറ്റിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സിനാറിയോയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര സിമ്പിൾസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ നമ്മൾ കൊടുക്കുമ്പം ചിലപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രോഗ്രാം വായിക്കാനേ തോന്നില്ല. ബട്ട് സ്റ്റിൽ ചെറിയ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ഇൻഡെക്സിങ് കൊടുക്കുമ്പോൾ ജാവ വളരെ കോസ്റ്റ് ആവുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പം നമ്മൾ ചെറിയ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാം കോമ്പാക്റ്റ് ആണെങ്കിൽ തന്നെ റീഡബിലിറ്റി വളരെ പൂവറായിരിക്കും. ആൻഡ് നെക്സ്റ്റ് യു ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി വേഴ്സസ് റിലയബിലിറ്റി. ഇവിടെ വരുമ്പോൾ വി ആർ ഫോക്കസിങ് ഓൺ ദ C++ പോയിന്റേഴ്സ്.
C++ പോയിന്റേഴ്സ് എന്ന് പറയുന്നത്, പോയിന്റേഴ്സ് ആർ ബേസിക്കലി they are pointing to some location, and you can get the variable, or you can get the memory location or address from that. So അങ്ങനെ പോയിന്റേഴ്സ് വെച്ച് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ പ്രോഗ്രാം വെരി ഫ്ലെക്സിബിൾ ആണ്. ബട്ട് എല്ലാ കേസിലും നമ്മൾ പോയിന്റർ വെച്ച് യൂസ് ചെയ്യുമ്പം പ്രോഗ്രാം വളരെ ലെങ്തിയും നമുക്കത് ബുദ്ധിമുട്ടും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. സോ ദീസ് ആർ ദ 3 പോയിന്റ്സ് വിച്ച് വി ഫോക്കസ് ഓൺ ദ ലാംഗ്വേജ് ഡിസൈൻ ട്രേഡ് ഓഫ്. ഇങ്ങനത്തെ കുറച്ച് ട്രേഡ് ഓഫ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡിസൈനിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് വരുന്നത്, ആർക്കിടെക്ചറിൽ എങ്ങനെയാണ് ലാംഗ്വേജ് ഡിസൈനിൽ ഇൻഫ്ലുവൻസ് വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് ഈ സെക്ഷനിൽ. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.